നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ വിനാശകരമായ വ്യോമാക്രമണങ്ങൾ നടത്തുമെന്ന് അമേരിക്ക ഇറാനെ രഹസ്യമായി അറിയിച്ചിരുന്നതായി റിപ്പോർട്ട്. ജൂൺ 21 ഒരു പൂർണ്ണമായ ഏറ്റുമുട്ടൽ നടത്തുവാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും ഫോർദോ, ഇസ്ഫഹാൻ, നതാൻസ് ആണവ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിടുന്നുവെന്നും US നേരത്തെ ഇറാനെ അറിയിച്ചതായി മുതിർന്ന ഇറാനിയൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി അംവാജ് മീഡിയയെ ഉദ്ധരിച്ച് TRD ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ വേഗത്തിൽ സൈറ്റുകൾ ഒഴിപ്പിക്കുകയും രാജ്യത്തിന്റെ സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും വെളിപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ സുരക്ഷിതമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ അമേരിക്കയോ ഇറാനോ റിപ്പോർട്ടിനെ കുറിച്ച് പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ആക്രമണത്തെക്കുറിച്ച് ലണ്ടനെ അറിയിച്ചിരുന്നുവെന്ന് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനാഥൻ റെയ്നോൾഡ്സ് പറഞ്ഞതായി TRD ഗ്ലോബൽ വ്യക്തമാക്കി. US ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപം അസാധാരണമായ പ്രവർത്തനത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിച്ചിരുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 19 ഫോർദോ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം ട്രക്കുകൾ സ്ഥാപിക്കുന്നതായി ഒരു ഉപഗ്രഹ ചിത്രം കാണിക്കുന്നുണ്ട്. ജൂൺ 19 ജൂൺ 20 എടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ ഫോർദോയിലെ ഭൂഗർഭ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം ധാരാളം ട്രക്കുകളും വാഹനങ്ങളും ഉൾപ്പെടുത്തുന്ന അസാധാരണമായ പ്രവർത്തനം എടുത്തു കാണിക്കുന്നുണ്ട്. മാക്സർ പകർത്തിയ ചിത്രത്തിൽ തുരങ്ക പ്രവേശന കവാടത്തിലേക്ക് നയിക്കുന്ന ആക്സസ് റോഡിൽ 16 കാർഗോ ട്രക്കുകൾ നിലയുറപ്പിച്ചിരിക്കുന്നതായി കാണാം. പ്രവേശന കവാടത്തോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ട്രക്ക് ഉൾപ്പെടെ സൈറ്റിന്റെ പ്രധാന കവാടത്തിനടുത്ത് നിരവധി ബുൾഡോസറുകളും ദൃശ്യത്തിൽ കാണിക്കുന്നു. ഫോർദോയിലെ ഭൂഗർഭ സമ്പുഷ്ടീകരണ പ്ലാന്റിൽ 3 B-2 ബോംബറുകൾ, 13.6 കിലോഗ്രാം ഭാരമുള്ള 6 ബങ്കർ തകർക്കുന്ന മാസീവ് ഓർഡിനൻസ് പെനട്രേറ്റർ ബോംബുകൾ എന്നിവയാണ് US വിക്ഷേപിച്ചത്. ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ അവരുടെ ആണവ പദ്ധതി തകർത്തുവെന്നാണ് US ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ വാണിജ്യ ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്യുന്ന സ്വതന്ത്ര വിദഗ്ധർ പറയുന്നത് രാജ്യത്തിന്റെ ദീർഘകാല ആണവ സംരംഭം നശിപ്പിക്കപ്പെടുവാൻ സാധ്യതയില്ലെന്നാണ്. ഇറാന്റെ ആണവ പദ്ധതി വർഷങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയുടെ പ്രസിഡന്റ് ഡേവിഡ് ആൽബ്രറ്റ് ആണ് ഇത് സമ്മതിക്കുന്നത്. ആക്രമണങ്ങളെ തുടർന്ന് ട്രംപ് ഭരണകൂടം നടത്തിയ അഭിനന്ദന പ്രസ്താവനകൾക്ക് വിരുദ്ധമായാണ് സ്വതന്ത്ര വിലയിരുത്തലുകൾ. നിരീക്ഷണ സംവിധാനങ്ങളിൽ ശ്രദ്ധ തെറ്റിച്ച് അതിസൂക്ഷ്മമായ മുന്നൊരുക്കത്തോടെയായിരുന്നു ഇറാനിൽ US സൈന്യം ആക്രമണം നടത്തിയത്. കൂടുതൽ വിമാനങ്ങളെ മറ്റൊരു വഴിക്ക് പറത്തി നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിച്ചായിരുന്നു ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൗത്യത്തിന് US തുടക്കമിട്ടത്. US ഭരണകൂടത്തിലെ ഏതാനും പേർക്ക് മാത്രമായിരുന്നു ഈ നീക്കങ്ങൾ അറിയാമായിരുന്നത്. വെള്ളിയാഴ്ച അർദ്ധരാത്രി ശനിയാഴ്ച പുലർച്ചെയുമായി 20 B-2 ബോംബർ വിമാനങ്ങൾ USലെ മിസൗറിലുള്ള വൈറ്റ്മാൻ വ്യോമസേനാ താവളത്തുനിന്ന് പറന്നുയർന്നു. ഇതിൽ ഏതാനും വിമാനങ്ങൾ പസഫിക് ദ്വീപായ ഗ്വാം ലക്ഷ്യമാക്കി പടിഞ്ഞാറേക്ക് നീങ്ങി. അതേസമയം യഥാർത്ഥത്തിൽ ആക്രമണ ദൗത്യം ഏൽപ്പിച്ചിരുന്ന 7 B-2 ബോംബർ വിമാനങ്ങൾ ഇറാൻ ലക്ഷ്യമാക്കി കിഴക്കോട്ട് പറന്നു. ഇന്ധനം നിറയ്ക്കുന്നവ ഉൾപ്പെടെ 125 യുദ്ധവിമാനങ്ങൾ വിവിധ US താവളങ്ങളിൽ നിന്ന് B-2 ബോംബറുകൾക്ക് അകമ്പടിയായി എത്തി. 18 മണിക്കൂർ നീണ്ട യാത്രയിൽ ആകാശത്ത് വെച്ച് തന്നെ വിമാനങ്ങളിൽ ഈ പലതവണ ഇന്ധനം നിറച്ചു. ഈ സമയമെല്ലാം അത്യാവശ്യത്തിന് മാത്രമായിരുന്നു ആശയവിനിമയം നടത്തിയത്. ആക്രമണ ദൗത്യം ഏൽപ്പിച്ചിരുന്ന 7 B-2 ബോംബർ വിമാനങ്ങൾ 11,200 കിലോമീറ്റർ പറന്ന് ഇറാന്റെ വ്യോമ മേഖലയിലെത്തി. തുടർന്ന് ഇറാൻ സമയം പുലർച്ചെ 2:10 കടലിൽ നിന്ന് US അന്തർവാഹിനി 2 ഡസനിലേറെ ടോമാഹോക്ക് മിസൈലുകൾ ഇസ്ഫഹാൻ ലക്ഷ്യമാക്കി തൊടുത്തുകൊണ്ട് ആക്രമണത്തിന് തുടക്കമിടുകയായിരുന്നു. ഇറാന്റെ യുദ്ധവിമാനങ്ങളുടെയും വിമാനവേധ മിസൈലുകളെയും ശ്രദ്ധ തെറ്റിക്കുവാനായി ബോംബർ വിമാനങ്ങൾക്ക് മുൻപിലായി അതിവേഗ യുദ്ധവിമാനങ്ങൾ ഉയരത്തിൽ പറന്നു. തുടർന്ന് ഇറാനിൽ കടന്ന B-2 ബോംബർ വിമാനങ്ങൾ ഭൂമി തുരന്ന് സ്ഫോടനം നടത്തുന്ന GBU-57 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഫോർദോയിൽ വർഷിച്ചു. B-2 ബോംബർ വിമാനങ്ങളിൽ ഓരോന്നിലും 13,600 കിലോ വീതം ഭാരമുള്ള 2 ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ നതാൻസ്, ഇസ്ഫഹാൻ ഭൂഗർഭ ആണവ നിലയങ്ങൾക്ക് നേരെയും തുടർച്ചയായ ബങ്കർ ബസ്റ്റർ ബോംബുകൾ തൊടുത്തു. തുടർന്ന് ഇസ്ഫഹാനിൽ വീണ്ടും ടോമാഹോക്ക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 25 മിനിറ്റോളം നീണ്ട ആക്രമണത്തിന് ശേഷമാണ് വിമാനങ്ങൾ മടങ്ങിയത്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ B-2 ബോംബർ ആക്രമണമായിരുന്നു ഞായറാഴ്ച പുലർച്ചെ നടന്ന ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ ഭൂഗർഭ ആണവ നിലയങ്ങൾക്ക് നേരെ ഉണ്ടായത്. B-2 ബോംബർ വിമാനങ്ങൾ നടത്തിയ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ ദൗത്യവും ഇതായിരുന്നു. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിന് പിന്നാലെ നടത്തിയ സൈനിക നടപടിയാണ് ആദ്യത്തേത്. USന്റെ B-2 ബോംബർ വിമാനങ്ങൾ പസഫിക്കിലെ ഗുവാം ദ്വീപിലെ സൈനിക താവളങ്ങളിലേക്ക് പറന്നെത്തിയ വാർത്തയ്ക്ക് പിന്നാലെ ലോകം ഒരു ഞെട്ടൽ പ്രതീക്ഷിച്ചിരുന്നു. ഒടുവിലായിരുന്നു അത് സംഭവിച്ചത്. ഫോർദോ തകർന്നുവെന്ന വാർത്ത ട്രംപിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പിന്നീട് വ്യക്തമായി. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ മാരകശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി USഉം ഇതിൽ പങ്കാളികളായി എന്ന്. ഇതിനിടെ അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി പറയുന്നത് ഇസ്രയേലിനുള്ള ശിക്ഷ തുടരുമെന്നാണ്.
അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ പുറത്തിറക്കുന്ന ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു ഇത്. സയനിസ്റ്റ് ശത്രു വലിയ തെറ്റു ചെയ്തു, വലിയ കുറ്റം ചെയ്തു, അത് ശിക്ഷിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടുകയാണ് എന്നാണ് ഖമേനി പറഞ്ഞത്. അമേരിക്കയുടെ ആക്രമണത്തിന് പിന്നാലെ കടുത്ത ആക്രമണങ്ങളാണ് ഇറാനിലും ഇസ്രയേലിലും നടക്കുന്നത്. കഴിഞ്ഞ 2 മണിക്കൂറായി ടെഹ്റാനിൽ വൻ സ്ഫോടന ശബ്ദങ്ങളൊക്കെയാണ് കേൾക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെഹ്റാന്റെ തെക്കുകിഴക്കേ പാർച്ചലിനിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. ടെഹ്റാൻ, ഖിർമൻഷാ, ഹമീദൻ എന്നിവിടങ്ങളിൽ 20 ഫൈറ്റർ ജെറ്റുകൾ ഇസ്രയേൽ അയച്ചിട്ടുണ്ട്. മധ്യ ഇറാനിലുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ആംബുലൻസ് ആക്രമിക്കപ്പെട്ടുവെന്നും 3 പേർ കൊല്ലപ്പെട്ടുവെന്നും ഇസ്ന വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ഡ്രോൺ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുവാൻ ശ്രമിക്കവെയായിരുന്നു ആംബുലൻസ് ആക്രമിക്കപ്പെട്ടത്. ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയും രോഗിയുടെ കൂട്ടുകിരിപ്പുകാരനും ഡ്രൈവറുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നജാഫബദ് കൗണ്ടിയിലെ ഗവർണർ ഹമീദ് റസ മുഹമ്മദി ഫിഷറാഖി അറിയിച്ചത്. ഇറാൻ 21ാം ഘട്ട ബാലിസ്റ്റിക് മിസൈൽ ആക്രമണമായിരുന്നു ഇസ്രയേലിൽ നടത്തിയത്. ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളുണ്ടായ നാശനഷ്ടങ്ങളിൽ 80 പേർക്കെങ്കിലും പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. മധ്യ ഇറാനിലൂടെ വന്ന ഇസ്രയേലിലെ ഫേംസ് 900 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടു. ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്ന് രാത്രി മുഴുവൻ സൈറൺ മുഴങ്ങിയിരുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന എക്സിൽ കുറിച്ചിട്ടുണ്ട്. ടെൽ അവീവിലും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടു. ആക്രമണത്തിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗുകൾ തകർന്നിട്ടുണ്ട്. അതേസമയം ഇറാനിൽ നിന്നുള്ള ആക്രമണം അവസാനിച്ചെന്നാണ് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് തങ്ങളുടെ ആക്രമണത്തിൽ അതിമാരകമായി നാശനഷ്ടമുണ്ടായെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇക്കാര്യം വ്യക്തമാക്കുന്നുവെന്നും നശിപ്പിച്ചു എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അതിമാരകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. നശിപ്പിച്ചു കളഞ്ഞു എന്നതായിരിക്കും ഇതിനെ വിശേഷിപ്പിക്കാനുള്ള ശരിയായിട്ടുള്ള പദം. മുകളിലെ വെളുത്ത വിന്യാസം യഥാർത്ഥത്തിൽ ആഴത്തിലുണ്ട്. അവിടെ പുകയുമുണ്ട്. തറനിരപ്പിന് ഒരുപാട് താഴെയായിട്ടാണ് യഥാർത്ഥ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ബുൾസായ് എന്നായിരുന്നു ട്രംപ് കുറിച്ചത്. US ആക്രമിച്ച ശേഷമുള്ള ഇറാനിലെ ഫോർദോ ആണവ കേന്ദ്രത്തിന്റെ തരത്തിലുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിലെ ഉപരിതലത്തിലെ പാറകളിൽ വലിയ നിറവ്യത്യാസമാണ് കാണാനാവുക. ഭൂഗർഭ ആണവ കേന്ദ്രമാണ് ഫോർദോ. അതിനാൽ കേന്ദ്രത്തിലെ നാശനഷ്ടം എത്രയെന്നത് ഇനിയും വ്യക്തമല്ല. ഇതിനിടെയാണ് ട്രംപ് ഗുരുതരമായ നാശനഷ്ടം ഉണ്ടായി എന്ന് അവകാശപ്പെട്ടത്. ഫോർദോയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം വ്യക്തത വരുത്തിയിരുന്നു. ഫോർദോ സ്ഥിതി ചെയ്യുന്ന ക്വാം എന്ന പ്രദേശത്തെ ജനപ്രതിനിധിയായ മനൻ ഡ്രൈസിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭൂഗർഭ ആണവ സൈറ്റിലെ ആക്രമണം നടന്നത് ഉപരിതലത്തിലായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫോർദോയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് പറയുന്നത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കേടുപാടുകൾ സംഭവിച്ചത് ഉപരിതലത്തിലാണ്. അത് പുനഃസ്ഥാപിക്കുവാൻ കഴിയുമെന്നാണ് മനൻ ഡ്രൈസി പറഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.